എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, റെഗുലർ വിഭാഗം, കമ്പാർട്ട്മെൻറ്റ് വിഭാഗം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ട് +2വിൻ്റെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് സ്കൂൾ വൈസ് റിസൾട്ട് പരിശോധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റുകൾ വഴിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ടും പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്കൂളിലും സ്കൂൾ കോഡ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലുള്ള ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് എന്താണെന്നുള്ളത് അറിയാനായിട്ട് നിങ്ങളുടെ സ്കൂളിൻ്റെ പേരടിക്കുക. അതിനുശേഷം ആ ഒരു സ്കൂളിൻ്റെ കോഡ് എന്താണെന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൻ്റെ കോഡ് കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് dhsckerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. dhsckerala.gov.in എന്നുള്ള വെബ്സൈറ്റ്. അപ്പോൾ dhsckerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇത് DHSCയുടെ പോർട്ടലാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സ്കൂൾ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ സ്കൂൾ ലിസ്റ്റ് എന്നുള്ളതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അവിടെ നിങ്ങൾക്ക് സ്കൂൾ ലിസ്റ്റ് എന്നുള്ള ഭാഗത്ത് വിവിധ ജില്ലകളുടെ പേര് കൊടുത്തത് കാണാം. അപ്പോൾ അതിൽ ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയാണെങ്കിൽ തിരുവനന്തപുരം എന്നുള്ള ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി. തൊട്ടാൽ അത് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ആ ഒരു ജില്ലയിലെ എല്ലാവിധ സ്കൂളിൻ്റെ ഡീറ്റെയിൽസും കാണാൻ പറ്റും. സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ സ്കൂളിൻ്റെ കോഡ്, സ്കൂളിൻ്റെ പേര് എന്നിവ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങളുടെ സ്കൂൾ, അത് നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് അതിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് ഏതാണ്, അപ്പോൾ ആ ഒരു പേരിന് നേരെയുള്ള സ്കൂൾ കോഡ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു കോഡ് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. അതല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ കോഡ് കൂടി അറിയണമെങ്കിൽ ആ ഒരു സ്കൂളിലെ കോഡ് കൂടി നോക്കി ഒരു പേപ്പർ കൃത്യമായിട്ട് എഴുതി വെക്കാം. അതിനുശേഷം ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ results.kite.kerala.gov.in എന്നുള്ള വെബ്സൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ സ്കൂളിൻ്റെ കോഡ് അറിയാനായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാത്തത് ആ ഒരു വെബ്സൈറ്റ് ഇപ്പോൾ ലോഡ് ചെയ്യാനായിട്ട്, അതായത് ഈ ഒരു റിസൾട്ട് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടക്കുന്നതുകൊണ്ട് ആ ഒരു വെബ്സൈറ്റ് നിലവിൽ ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതായത് ആ ഒരു വെബ്സൈറ്റിൽ തിരക്കാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് സ്കൂൾ കോഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതായത് result.kite.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് കേരള SSLC റിസൾട്ട്സ് 2025 എന്നായിരിക്കും. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കില്ല കാണുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, അതായത് ഈ ഒരു SSLC എക്സാമിനേഷൻ റിസൾട്ട്സ് മാർച്ച് 2025, അതുപോലെ തന്നെ HSC എക്സാമിനേഷൻ മാർച്ച് 2025 റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ VHSC എക്സാം റിസൾട്ട്സ് മാർച്ച് 2025 റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് 3 ലിങ്കുകൾ കാണാൻ പറ്റും. നിലവിൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു രീതിയിൽ 3 ലിങ്കുകൾ കാണാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് ഏതിൻ്റെ റിസൾട്ടാണ് അറിയേണ്ടത്, ആ ഒരു HSCയുടേത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ HSC എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ ഇതുപോലെയാണ് ഉണ്ടാവുക. അതായത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് ഇത് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി സ്കൂൾ വൈസ് റിസൾട്ട് അറിയണമെങ്കിൽ അതിന് മുകളിലായിട്ട് ഇതുപോലെ ഹെഡിങ്, അതായത് ഇവിടെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ഭാഗത്തായിട്ട് സ്കൂൾ വൈസ് റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് വരുന്ന പേജിൽ നിങ്ങളുടെ സ്കൂൾ കോഡ് നൽകാനുള്ള ഭാഗമുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള സ്കൂളിൻ്റെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ സുഹൃത്തുക്കളുടെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുന്നതിനായിട്ട് റിസൾട്ടിൻ്റെ ഏറ്റവും ലാസ്റ്റ് കോളത്തിലായിട്ട് EHS എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ജയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതേസമയം NHS എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി തോറ്റിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ റിസൾട്ട് അറിയണമെങ്കിൽ VHSCയുടെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ട് അറിയാം. മുകളിലായിട്ട് സ്കൂൾ വൈസ് റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് കൂടി ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ VHSCയുടെ സ്കൂൾ കോഡ് അടിക്കുക. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി VHSCയുടെ സ്കൂൾ കോഡ് എവിടെ നിന്നാണ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VHSCയുടേത് നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്ന VHSCap.kerala.gov.in വെബ്സൈറ്റിൽ നിങ്ങളുടെ VHSCയുടെ സ്കൂൾ കോഡ് കിട്ടും. അതുപോലെ ഹയർ സെക്കൻഡറിയുടെ സ്കൂൾ നിങ്ങൾക്ക് മറ്റൊരു വെബ്സൈറ്റ് ആയിട്ടുള്ള, അതായത് ഈ ഒരു hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി, അതായത് ഇത് +1 പ്രവേശന നടപടി നടത്തുന്ന വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയുടെ കൂടെ HSCap വെബ്സൈറ്റ് വഴിയും അതുപോലെ VHSCയുടെ hscap.kerala.gov.in വെബ്സൈറ്റ് വഴിയും അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ സ്കൂൾ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സ്കൂളിൻ്റെ കോഡ് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.